ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നയൻത്ത് യൂണിറ്റിൽ ലാസ്റ്റ് പാർട്ടാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് നേരത്തെ പറഞ്ഞ് നിർത്തിയതിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. നയൻത്ത് യൂണിറ്റിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് സോഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് കമ്മ്യൂണിറ്റിയെ പറ്റിയിട്ടാണ്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ പറഞ്ഞു. ഗ്രൂപ്പ്സ്, ദെൻ ഒബ്ജക്റ്റീവ്സ്, ഇൻട്രൊഡക്ഷൻ, മെമ്പേഴ്സ് ആൻഡ് ഗ്രൂപ്പ്, സ്മോൾ ലാർജ് ഗ്രൂപ്പ്, സ്മോൾ ഗ്രൂപ്പിനെ പറ്റി പറഞ്ഞു. നെക്സ്റ്റ് ഡെഫിനേഷൻ ഓഫ് കമ്മ്യൂണിറ്റി അല്ലേ, അക്കോർഡിംഗ് ടു ബാർഡോ. സോഷ്യലിസ്റ്റ് കുറേ എന്ന ഫിലോസഫേഴ്സും സോഷ്യലിസ്റ്റുകളൊക്കെ നമ്മളെ കമ്മ്യൂണിറ്റിയെ പറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, ഡെഫിനേഷൻ ചെയ്തിട്ടുണ്ട്. ഡെഫിനേഷൻസ് ഓഫ് കമ്മ്യൂണിറ്റി എന്നുള്ള വേറെ തന്നെ ഒരു ഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ നമ്മളത് ക്യാരക്ടറിസ്റ്റിക്സ് കമ്മ്യൂണിറ്റി, ഡെഫിനേഷൻസ് ഓഫ് കമ്മ്യൂണിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്മ്യൂണിറ്റി ഡിസ്കസ് ചെയ്തു. ഓൾ കമ്മ്യൂണിറ്റീസ് നീഡ് ടു നോട്ട് ബി സെൽഫ് സഫിഷ്യൻറ്റ്. സം കമ്മ്യൂണിറ്റീസ് ആർ ഓൾ ഇൻക്ലൂസീവ്, ഇൻഡിപെൻഡൻറ്റ് ഓഫ് അതേഴ്സ്. കമ്മ്യൂണിറ്റി നിലനിൽക്കുന്നത് സ്വയം നിലനിൽക്കാൻ ഒരിക്കലും ഒരു കമ്മ്യൂണിറ്റി കഴിയില്ല. ഒരു സമൂഹം, ഒരു വർഗം, അതിനെന്താണ് ഒറ്റയ്ക്ക് നിലനിൽക്കാൻ കഴിയാത്തൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്ത്, കമ്മ്യൂണിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. Then among primitive people, some communities of no more than 100 persons, അതായത് ഒരു കമ്മ്യൂണിറ്റിയിൽ ഇത്ര ശതമാനം ജനങ്ങളെ താമസിക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല, നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓരോ കമ്മ്യൂണിറ്റിക്കും അതിൻ്റെതായ ഇത്ര, അതായത് ഈ ഹൗ മെനി പീപ്പിൾ എന്നൊക്കെ ചോദിച്ചാൽ ഒരു 100 ആളുകൾ താമസിക്കുന്ന കമ്മ്യൂണിറ്റി അങ്ങനെയൊന്നുമില്ല. ഓരോ ജാതി, ഓരോരോ ഇൻകം അനുസരിച്ച് ഓരോ കമ്മ്യൂണിറ്റി ഓരോരോ സ്ഥലത്ത് താമസിക്കുന്നത് അതിൻ്റെ ജനങ്ങളുടെ കണക്ക് നോക്കിയിട്ടല്ല, അത് ആളുകളുടെ എണ്ണം നോക്കിയിട്ടല്ല ഒരു കമ്മ്യൂണിറ്റിയെ പ്ലേസ് ചെയ്യാന്നാണ് ഇതിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്. ഇതിൽ ഡിഫറെൻറ്റ് ടെറിട്ടറി, പോപ്പുലേഷൻ, ക്ലോസ് സോഷ്യൽ ഗ്രൂപ്പ്, കൾച്ചറൽ സിമിലാരിറ്റി, ഫീലിംഗ്, ദെൻ ഓർഗനൈസ്ഡ് ഇൻട്രാക്ഷൻ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ബേസിസ് ഓഫ് കമ്മ്യൂണിറ്റി, the mark of community is that life may be lived wholly within it. One cannot live wholly within a business organization or church. അതായത് ഒരു കമ്മ്യൂണിറ്റിക്ക് നിലനിൽക്കണമെങ്കിൽ മതം, ജാതി, അവരുടെ വിശ്വാസം, ബിലീഫ്സ് ഒക്കെ, അവരുടെ വിശ്വാസത്തിന് അധിഷ്ഠിതമായ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിക്ക് നിലനിൽപ്പിന് കഴിയുന്നുള്ളൂ എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദെൻ ലൊക്കാലിറ്റി. Community always occupies the geographical area. Locality is the physical basis of community. ശാസ്ത്രീയപരമായ ഒരു ബൗണ്ടറി ഉണ്ടെങ്കിലേ ആ കമ്മ്യൂണിറ്റി ആവും എന്നാണ് പറയുന്നത്. ഈവൻ എ നോർമൽ കമ്മ്യൂണിറ്റി, എ ബാൻഡ് ഓഫ് local through changing habitation is every moment members occupy together definite place of other safers. Most communities are settled and derive a strong bond of solidarity from physical proximity. A group of people from community only they begin in reside in the definite locality. അതായത് ഒരു ലൊക്കാലിറ്റി താമസിക്കുന്ന ഇൻകമത്തിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഒരു കമ്മ്യൂണിറ്റിയിലെ ആളുകൾ താമസിക്കുക. അതായത് മീൻ പിടിക്കുന്ന ആൾക്കാർ ഇൻകം, അത് മാത്രമല്ല ആ ഒരു കമ്മ്യൂണിറ്റി മാത്രം ഒരു സ്ഥലത്ത് മരം അല്ലെങ്കിൽ കലം ഉണ്ടാക്കുന്ന ഒരു കമ്മ്യൂണിറ്റി മീൻസ് അതൊരു മാത്രം ഒരു സ്ഥലത്ത്. ദെൻ വേറെ മരപ്പണിക്കാർ, ലോഹങ്ങൾ പിച്ച്, സ്വർണ്ണപ്പണിക്കാർ, അങ്ങനെ പല പല ഇൻകം ബേസ് ചെയ്ത് ജീവിക്കുന്ന ആളുകൾ, കാസ്റ്റ് എന്നൊക്കെ പറയില്ലേ അവർ, അതായത് ഓരോ ഇൻകം ബേസ് ജീവിക്കുന്ന ഓരോ കമ്മ്യൂണിറ്റി ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ബേസസ് ജീവിതമാണെന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത കമ്മ്യൂണിറ്റി സെറ്റിൽമെൻ്റ് ആണ്. അത് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിറ്റി സെൻറ്റിമെൻറ്റ്, എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിറ്റി വി ഹൈഫൺ ഫീലിംഗ് എഴുതണം. അങ്ങനെയാണ് നമ്മൾ ആൻസർ ഷീറ്റിലേക്ക് എഴുതുക എക്സാമിന്. We feeling means this is the feeling that leads men to identify themselves with others, so that then they say we. There is no thought of distinction in theirs, ours. There is no thought of division. അവിടാണ് പോയിന്റ്. There is no thought of division. അത് വേർതിരിവില്ല, ജാതി മത വർഗ ഭേദമൊന്നുമില്ലാതെ, വേർതിരിവില്ലാതെ ഒരുമിച്ച് താമസിക്കുന്ന ആ ഒരു സ്പെഷ്യാലിറ്റിയാണ് എന്തെന്ന് പറയുന്നത്, കമ്മ്യൂണിറ്റി എന്ന്. അതിൻ്റെ ഒരു എലമെൻറ്റ്സ് വി ഫീലിംഗ് എന്ന് പറഞ്ഞാൽ അതാണ് ഒരു ഐക്യം, അല്ലെങ്കിൽ ലവ്, കോപ്പറേഷൻ, സ്നേഹം എന്നൊക്കെ പറയുന്നത്. ദെൻ വി സെൻറ്റിമെൻറ്റ് ഈസ് ഫൗണ്ട് wherever when have common interest, that's throughout group life, but it's revealed now were more clearly than there is interest in territorial community. അതായത് ഒരു പ്രാദേശിക സമൂഹത്തിൽ
ഇവർ വി ഫീലിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നിലനിൽക്കാൻ പറ്റൂ. കാരണം വി ഫീലിംഗ് സ്വന്തമാണ് എന്നുള്ളൊരു ഫീലിംഗ്, അതായത് ഒരു മാനസിക അടുപ്പം പരസ്പരം അതിലുള്ള ആളുകൾക്ക് ഉണ്ടാവും, എന്നാലൊരു കമ്മ്യൂണിറ്റിക്ക് നിലനിൽപ്പുള്ളൂ. റോൾ ഓഫ് ഫീലിംഗ്, ദിസ് ഫീലിംഗ് ഇൻവോൾവിംഗ് subordination to the whole of the part of individual is forced by training or habitation is the daily discipline life, so that each people feel he or she role to play his own function to fulfill the റെസിപ്രോക്കൽ ചേഞ്ചസ് ഓഫ് സോഷ്യൽ സീൻ. അതായത് ഓരോരുത്തർക്കും ഓരോ റോൾ എന്ന് പറയുന്നത്, അതൊരു ഗേൾ ആയാലും ഒരു ബോയ് ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു മാൻ ആയാലും ഒരു വുമൺ ആയാലും ഒരു പുരുഷനായാലും സ്ത്രീ ആയാലും ആർക്കായാലും അവർ ജീവിക്കുന്ന സൊസൈറ്റിയിൽ അവർക്ക് റോളുണ്ട്. അത് നല്ല വൃത്തിയായിട്ട് ജീവിക്കുക, അതായത് നല്ല രീതിയിൽ തന്നെ ജീവിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ദെൻ ഡിപ്പെൻഡൻസി ഫീലിംഗ്, അതായത് യുവർ സെൻസ് ഡിപ്പെൻഡൻസ് അക്കൗണ്ട് നെസറി കണ്ടീഷൻ ഈസ് ഓൺ ലൈഫ്. അത് ഓരോരുത്തരും ഒരാൾ ഡിപ്പെൻഡഡ് ആണ്, അല്ലെങ്കിൽ ആ ഒരു അതോറിറ്റി അല്ലെങ്കിൽ ആ ഒരു പ്ലേസസിൽ ഉണ്ടാകുന്ന സംഭവങ്ങളായിട്ട് ഡിപ്പെൻഡഡ് ആണ്, സ്വാശ്രയ ജീവിക്കുക, അവർ ആശ്രയിച്ചാണ് ജീവിക്കുക. ഒരാൾക്ക് ഒറ്റയ്ക്ക് നിലനിൽക്കാൻ പറ്റുന്നില്ല, അദ്ദേഹം എന്തെങ്കിലും കാര്യം പെട്ടെന്ന് ഒരാൾ ആശ്രയിക്കേണ്ടി വരും. അത് അപ്പോൾ ഒരു വി ഫീലിങ്ങിന് വേറൊരു ഹെൽപ്പ് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ഒരു കോപ്പറേഷൻ, ലവ്, കെയറിങ് എല്ലാം ഉൾക്കൊള്ളുന്നൊരു വേർഡാണ് വി ഫീലിംഗ്. അതിൻ്റെ വേറൊരു വേർഡാണ് എന്ത്, ഡിപ്പെൻഡൻസി ഫീലിംഗ്. ഡിപ്പെൻഡ് ചെയ്യുക, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നതിനാണ് ഡിപ്പെൻഡൻസി ഫീലിംഗ് എന്ന് പറയുന്നത്. ദെൻ സെർട്ടൻ കമ്മ്യൂണിറ്റിനെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അറ്റ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് കമ്മ്യൂണിറ്റി ആൻഡ് അസോസിയേഷൻ, അല്ലെ? വാട്ട് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിവിഷൻസ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്, അസോസിയേഷൻ. Then community on the other hand, a permanent social group totally of purpose that the task of deciding where a group is community. The greater popularity of, അതായത് പോപ്പുലേഷനും കൂടി ഇതിൽ വളരെ ഇൻക്ലൂഡഡ് ആണ്. പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ജനസംഖ്യ, ഒരു കമ്മ്യൂണിറ്റിയിൽ ഇത്രയും ജനങ്ങളെ പറ്റും, ഓവർ ജനസംഖ്യയുള്ള സ്ഥലം കമ്മ്യൂണിറ്റി എന്ന് പറയത്തില്ല എന്ന് പറയുന്നു. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള ഡെഫിനേഷൻ ഓഫ് സോഷ്യൽ ഗ്രൂപ്പുകളാണ്. സോഷ്യൽ ഗ്രൂപ്പിനെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. എ സോഷ്യൽ ഗ്രൂപ്പ് മേ ബി തോട്ട് ഓഫ് മെമ്പേഴ്സ് ഓഫ് പേഴ്സൺസ് ടു ഓർ മോർ who have some common objects of attention. അതായത് ഒരിഷ്ടം, ഒരു താല്പര്യം, ഒന്നിനോട് മാത്രം താല്പര്യമുള്ള കുറേ ആളുകൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഗ്രൂപ്പാണ്. who are stimulating to each other, who are common loyalty and participate in similar activities. അവർ നീതിക്ക് വേണ്ടി ഒരേപോലെ ആക്ടിവിറ്റീസും കാര്യങ്ങളും ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്. അവരുടെ ഇൻഡിവിജ്വൽസും അവരുടെ വ്യൂ പോയിന്റുകളൊക്കെ ഏകദേശം ഒരേപോലെ ആയിരിക്കും. അതാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഗ്രൂപ്പ്സ്. അതായത് സോഷ്യോളജി കൺസിഡർ ഹ്യൂമൻ ഗ്രൂപ്പ് ഈസ് എ പ്രൈമർലി ആൻ അനാലിസിസ്. വി ആസ്ക് ദ ഡിസ്ക്രൈബ് ദ ബേസിസ് ഓഫ് എ സോഷ്യൽ ഗ്രൂപ്പ്. എക്സിസ്റ്റ് ഡിഫറെൻറ്റ് ആൻസേഴ്സ് മേ എക്സിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഗ്രൂപ്പ്. ദർ ആർ സെവറൽ ക്രൈറ്റീരിയ. ഓരോ ഗ്രൂപ്പിനും ഓരോരോ ക്രൈറ്റീരിയ, ഓരോ സ്ട്രക്ചേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ദ ഇൻസ്റ്റൻസ് ഇൻക്ലൂഡ് ദ നേച്ചർ ഓഫ് ദെയർ ഇൻട്രസ്റ്റ് ആൻഡ് ഓർഗനൈസേഷൻ, ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദെയർ പെർഫോമൻസ് ആൻഡ് കൈൻഡ് ഓഫ് കോണ്ടാക്ട്. അത് അവരുടെ പെർഫോമൻസ്, അവരുടെ കോണ്ടാക്ട്സ്, അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ റിലേഷൻസ്, അങ്ങനെ എല്ലാം കൂടി ഉൾപ്പെട്ടിട്ടാണ് എന്തുള്ളതെന്നാണ് പറയുന്നത്. ദെൻ ബേസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഗ്രൂപ്പ്സ്, ഗ്രൂപ്പിൻ്റെ ക്ലാസിഫിക്കേഷൻ. ദെൻ നെക്സ്റ്റ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പിനെ പറ്റി നമ്മൾ പറഞ്ഞു. മെമ്പേഴ്സ് ഓഫ് ഗ്രൂപ്പ് ജനറലി face to face contact. They have to ultimate cooperative relationship as well as strong loyalty. ഫേസ് ടു ഫേസ്, മുഖത്തോട് മുഖമുള്ള റിലേഷൻ എന്ന് പറയും. തൊട്ടടുത്ത ബന്ധങ്ങൾ, സുഹൃത്തുക്കൾ, അവർക്ക് പ്രത്യേകം ലോയൽറ്റി, ഒരു നീതി, തമ്മിലൊരു നീതി കീപ്പ് ചെയ്യും നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ്, സെക്കൻഡറി ഗ്രൂപ്പ് ആണെങ്കിൽ സെവറൽ റെസ്പെക്ട്സ് പ്രൈമറി ഗ്രൂപ്പ്സ് ആസ് ദർ ജനറൽ ലാർജ് ഗ്രൂപ്പ്. മെമ്പേഴ്സ് ഓഫ് സെക്കൻഡറി ഗ്രൂപ്പ് മെയിൻറ്റെയിൻ റിലേറ്റീവ്ലി ലിമിറ്റഡ് ഫോർമൽ ആൻഡ് ഇൻപേഴ്സണൽ റിലേഷൻ. അതായത് നേരത്തെ പറഞ്ഞ ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ് അല്ലാതെ ഒരു ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് നെയിം ആണ് എന്തെന്ന് പറയുന്നത്, സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ്, അതായത് സൈസ് ഓഫ് പ്രൈമറി ഗ്രൂപ്പ് ഇസ് സ്മോൾ, സെക്കൻഡറി ഗ്രൂപ്പ് ഇസ് ബിഗ്ഗർ. There is a personal and intimate relationship among members of primary groups. അതേ പ്രൈമറി ഗ്രൂപ്പിന് എപ്പോഴും ഇൻറ്റിമസി ഉണ്ടാവും, പരസ്പരം ഒരു ബന്ധങ്ങളുണ്ടാവും, സ്നേഹബന്ധം, അടുപ്പം. While the relationship among the members of secondary group is relatively impersonal. സെക്കൻഡറി ഗ്രൂപ്പുകാർക്ക് അത്ര മാനസിക അടുപ്പം കുറവ്, ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻ ആയിരിക്കും ഉണ്ടാവുക. Then members have strong sense of loyalty with we feeling of primary group, but in case of secondary group anything prevails. അതായത് വി ഫീലിംഗ്, തൊട്ടടുത്തില്ലേ, സ്വന്തം ഒരു സെൻറ്റിമെൻ്റൽ ഫീലിങ്സ് ഉണ്ടാവും പ്രൈമറി ഗ്രൂപ്പ്സിന്. സെക്കൻഡറി ഗ്രൂപ്പിൽ സെൻറ്റിമെൻ്റൽ ഫീലിങ്സ് കുറവായിരിക്കും. Then primary group are relationship oriented, secondary that primary groups relations inclusive that ways
പേഴ്സൺ കനോട്ട് ഫുൾഫിൽ ബൈ അനദർ. അതായത് പ്രൈമറി ഗ്രൂപ്പ്സിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിൽ അടുത്തടുത്ത സുഹൃത്തുക്കളായിരിക്കും, അതുകൊണ്ട് തന്നെ അവർ സഹായിക്കും. മറ്റവർ എന്തെങ്കിലും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് എന്നും ചെയ്യും. ലവ്, സിമ്പതി, മ്യൂച്വൽ ഹെൽപ്പ് ഒക്കെ പ്രൈമറി ഗ്രൂപ്പിന് ഉണ്ടാവും. പക്ഷേ സെക്കൻഡറി ഗ്രൂപ്പിന് എന്തില്ല? സെൽഫ് ഇൻട്രസ്റ്റ് ആൻഡ് സ്വാർത്ഥത, ഞാൻ എന്നുള്ളൊരു ഭാവമായിരിക്കും എന്നാണ് പറയുന്നത്.